ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. അപ്പൊ എന്റെ കുട്ടികൾ ഇപ്പം എക്സാം ടൈമിലാണ് അല്ലെ. എന്റെ മക്കൾക്ക് ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ ലൈവിലും അതേപോലെ മെഗാ മാരത്തോണിലും നിങ്ങളെ മോർണിംഗ് ബൂസ്റ്ററിലും ഒക്കെ മിസ്സുമാരൊക്കെ തരുന്നുണ്ടാവുക എന്റെ കുട്ടികൾ. അപ്പൊ എല്ലാ മക്കളും സൈലത്തിനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സിലും കയറാറുണ്ട്. എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും വോളിയം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഭാഗം അല്ലെ. അപ്പൊ വോളിയത്തിന്റെ അതിൽ നിന്ന് ചോദ്യം ഇല്ലാത്തൊരു പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് വേണം, നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വോളിയമാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്റെ കുട്ടികൾ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ മിസ് എന്തായാലും ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ തന്നെ ആ ഒരു ചോദ്യം വായിച്ചു നോക്കാം. ഓക്കെ, റെഡി? അപ്പൊ നോക്കിക്കേടാ, എന്താ വരുക? ഒരു കേക്കിന് 24 സെന്റിമീറ്റർ നീളവും 18 സെന്റിമീറ്റർ വീതിയും 16 സെന്റിമീറ്റർ ഉയരവും ഉണ്ട്. ഇതിന് 4 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ ഉയരമുള്ള കഷ്ണങ്ങളായി മുറിച്ച് ഒരു കഷ്ണം വീതം കുട്ടികൾക്ക് വിതരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു വലിയ കേക്കാണ്, അതിനെ കുഞ്ഞു 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 പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആ പീസാക്കി മാറ്റിയതിന്റെ അളവുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേടാ. അപ്പൊ നമ്മളോട് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത്? ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടെത്താനുള്ള മാർഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ താഴെ കൊടുത്തവയിൽ ഏതെങ്കിലും രീതിയിൽ എന്റെ മക്കൾ കാണുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല്, ആ ഒരു ചതുരക്കട്ടയുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എന്താ വരുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. നീളവും വീതിയും അതിന്റെ ഉയരവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതിലെ ഓപ്ഷനിൽ ഏത് വരും? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ആയിട്ട് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ കൊണ്ട് എന്റെ കുട്ടികളെ കാണിച്ചു തരാം. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ ക്വസ്റ്റ്യൻ എവിടെയെന്ന് വിചാരിച്ചിരിക്കേണ്ട. റെഡി? ഇനി അടുത്തത് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, കേക്കിന്റെ വ്യാപ്തം എത്രയാണ്? കേക്കിന്റെ വോളിയം കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ കേക്ക് എത്ര കുട്ടികൾക്ക് വിതരണം ചെയ്യാം എന്നിങ്ങനെ 2 ചോദ്യങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? വാട്ട് ഇസ് വോളിയം ഓഫ് കേക്ക്? കേക്കിന്റെ വോളിയം കാണണം. അപ്പൊ ആ വലിയ കേക്കിന്റെ വോളിയം അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക അല്ലേടാ. ആ വലിയ കേക്കിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മൾ അടുത്ത പോകുന്നത്. അപ്പൊ വലിയ കേക്കിന് എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേക്കിന്റെ നീളവും അതേപോലെ വീതിയും അതേപോലെ ഉയരവും. അത് നമ്മൾ ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ നല്ലോണം വൃത്തിക്ക് എഴുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ആ നോക്കുന്ന ടീച്ചറിന് കുറച്ചുകൂടെ എന്താക്കണം, ഇംപ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ തന്നത് അതൊക്കെ ആ ഒരു സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ചോദ്യം വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ അറിയാം എന്നുള്ള രീതിയിലെങ്കിലും ടീച്ചർ എന്ത് ചെയ്യും, ഒന്ന് അനലൈസ് ചെയ്യും. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഈ പോയിന്റുകളൊക്കെ സൈഡിലായിട്ട് ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ എഴുതിയാൽ എങ്ങനെ വരുവടാ? ഇതേപോലെ ഉണ്ടായിരിക്കും അല്ലെ. ഇതേപോലെ നോക്കിക്കേ, ലെങ്ത്തും ബ്രെഡ്ത്തും അതേപോലെ ഹൈറ്റും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ? 24, 18 and 16. നമ്മൾ എങ്ങനെയാ വോളിയം കണ്ടുപിടിക്കുക? വോളിയം കണ്ടുപിടിക്കാൻ ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ 3 വാല്യൂസും ലെങ്ത്തും ബ്രെഡ്ത്തും അതേപോലെ ഹൈറ്റും നമ്മൾ ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു കേക്കിന്റെ വോളിയം എന്ന് പറഞ്ഞാല് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാടാ വരുക? 24 അല്ലെ. 24ഉം 18ഉം 16ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, മെല്ലെ 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 സമയം എടുത്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും 24 18 മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടിയ ഉത്തരത്തിന് വീണ്ടും എന്ത് ചെയ്യുക, 16 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 6912 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. എന്റെ കുട്ടികള് അത് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇത് എവിടെ കിട്ടിയത്? നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്ററിലാണെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? സെന്റിമീറ്ററിലാണെങ്കിൽ അതിന് യൂണിറ്റ് ഉണ്ട്, അതാണ് സെന്റിമീറ്റർ ക്യൂബ്. ഇല്ലെങ്കിൽ നിങ്ങൾ ക്യൂബിക് സെന്റിമീറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ ആണ് വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല്. ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മളോട് ഒരു ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വേഗം ചെന്ന് നോക്കാം. റെഡി? അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ചിൽഡ്രൻസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട് അല്ലെ. അപ്പൊ എന്താണ്, എത്ര കുട്ടികൾക്ക് നിങ്ങൾക്ക് ആ കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ആ വലിയ കേക്കിനെ കുഞ്ഞി കുഞ്ഞി പീസുകളാക്കി മുറിച്ചിട്ടുണ്ട്. ആ പീസുകൾ ഓരോന്നിനും എത്ര വോളിയം ഉണ്ടായിരിക്കും?
അത് നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. ആ കുഞ്ഞു പീസിന് എത്ര വോളിയം ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ടോട്ടലായിട്ടുള്ള വോളിയത്തിൽ നിന്നും ഒരു കേക്കിന്റെ കുഞ്ഞു വോളിയം അല്ലെ, ഒരു കുഞ്ഞു പീസിന്റെ വോളിയം ഡിവൈഡ് ചെയ്താൽ എത്ര കുട്ടികൾക്ക് നമുക്ക് കേക്ക് കൊടുക്കാം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ. വലിയൊരു വോളിയം ഉണ്ടല്ലോ, വലിയ കേക്കിന്റെ വോളിയം, അത് കണ്ടെത്തിയിട്ട് ഒരു മുറിച്ചെടുത്ത ആ ഒരു കുഞ്ഞു പീസിന്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വലുതിൽ നിന്നും ഈ ചെറിയ കുഞ്ഞു പീസിന്റെ വോളിയം ഡിവൈഡ് ചെയ്താൽ എത്ര കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. റെഡി ആണെങ്കിൽ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ആ കുഞ്ഞു പീസിന്റെ വോളിയം ആണ്. അപ്പൊ ഇതെന്താ വരിക? കുഞ്ഞു പീസിന്റെ വോളിയം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നീളവും വീതിയും ഉയരവും എത്രയാ? 4, 3, 2 ആണ്. ഞാൻ അതേപോലെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 4, 3, 2. എന്റെ മക്കൾ ഇതൊന്ന് വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 4 × 3 × 2 വരും അല്ലേ? 4, 3, 12. 12 × 2 എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ ക്യൂബ് ആണ് ആ കുഞ്ഞു പീസിന്റെ മാത്രം വോളിയം വരുന്നത്. ഇനി ഇതിന്റെ ടോട്ടൽ എത്ര കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്യണമെന്ന് കാണാൻ ഇവിടെ കിട്ടിയ ടോട്ടലിനെ അല്ലെ, ഇവിടെ കിട്ടിയ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂവിനെ നമ്മളിതാ ആ കുഞ്ഞു പീസിനെ 24 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതാ മിസ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇത് എത്ര വരും? ഇത് ടോട്ടൽ ആയിട്ടുള്ള വോളിയം ആണ് 6912. അതിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കിട്ടിയത് എത്രയായിരുന്നു? 24 ആയിരുന്നു അല്ലെ. 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള ആൻസർ കിട്ടും. പക്ഷെ ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. എൻ്റെ കുട്ടികളെ ചെയ്തിട്ട് ഓടി വന്ന് നമ്മൾ കമന്റ് ബോക്സിൽ പറയണം. കാരണം നമ്മൾക്ക് എക്സാം ഇതാ ഇങ്ങ് അടുത്തു, അത്രയും അടുത്താണ് നിങ്ങൾ എക്സാം ഉള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന മോഡൽ ചോദ്യവുമാണ്. അപ്പൊ എന്തായാലും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ആൻസർ കിട്ടുക എന്നുള്ളത് കൂടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാ. ഇതേപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.